ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കറൻസി ക്ഷാമത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചതോടെ മുംബൈയിലെ ടോൾ ബൂത്തുകളിൽ സംഘർഷാവസ്ഥ. പല ടോൾ ബൂത്തുകളിലും വാഹനങ്ങളുടെ കാത്തുനിൽപ്പിന്റെ ദൈർഘ്യം വർദ്ധിച്ചതോടെ ഏറെ കഷ്ടത്തിലായത് സമയബന്ധിത യാത്രക്കാരാണ്. ആശുപത്രികളിലും വിമാനത്താവളത്തിലും എത്തിച്ചേരേണ്ട യാത്രക്കാരാണ് ടോൾ ബൂത്തുകളിലെ അനിശ്ചിതാവസ്ഥയിൽ ഏറെ ആശങ്കപ്പെട്ടത്. നിരോധിച്ച കറൻസികൾ ടോൾ ബൂത്തുകൾ നിർത്തലാക്കിയതും സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന 2000 നോട്ടിന് ചില്ലറ നൽകാൻ കഴിയാത്തതുമാണ് ടോൾ ബൂത്തുകൾ നേരിടുന്ന പ്രതിസന്ധി. കാശില്ലാത്ത ATM-ഉം പണം നൽകാത്ത ബാങ്കുകളും ജനജീവിതം ദുസ്സഹമാക്കിയതിന് പുറകെയാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച് നഗരവാസികളുടെ അതിജീവന ശേഷിയെ സർക്കാർ പരീക്ഷിക്കുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത നഗരമെന്നാണ് മുംബൈയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മുംബൈയുടെ ഉപനഗരമായ കല്യാണിനടുത്തുള്ള മഹാരാഷ്ട്രയിലെ ചില ഉൾഗ്രാമങ്ങളിലെ സ്ഥിതി ദയനീയമാണ്. പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഈ പ്രദേശത്ത് ജനങ്ങളുടെ ദുരിത ജീവിതത്തിന് സഹായവുമായി മാതൃകയാവുകയാണ് ഒരു മലയാളി സംഘടന. മുംബൈയുടെ ഉപനഗരമായ കല്യാണിൽ നിന്നും ഒരു വിളിപ്പാടകലെയുള്ള മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളിലൊന്നും ഇനിയും വികസനം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത പ്രദേശങ്ങളാണ്. കുടിവെള്ളം പോലും മൈലുകൾ താണ്ടി തലച്ചുമടായി കൊണ്ടുവരുന്ന ഈ ആദിവാസി ഗ്രാമം ഇക്കഴിഞ്ഞ വരൾച്ചയിൽ ഏറെ ദുരിതമനുഭവിച്ച പ്രദേശമാണ്. ഇവർക്ക് സഹായഹസ്തവുമായി ഒരു മലയാളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. നന്മ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 3ാം വാർഷികം അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളപ്പെടുത്തൽ കൂടിയായി. മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിലെ ആദിവാസി കുട്ടികളെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സഹായിക്കുക എന്നതാണ് നന്മയുടെ ലക്ഷ്യമെന്ന് സുനിൽ രാജ് പറഞ്ഞു. കുറേ ഗ്രാമങ്ങൾ ഞങ്ങൾ സർവേ നടത്തി അതിൽ നിന്ന് 2-3 ഗ്രാമങ്ങൾ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷമായിട്ട് നിരന്തരം നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിലൂടെയും പോഷകാഹാര വിതരണത്തിലൂടെയും ഞങ്ങൾക്ക് മരണസംഖ്യ വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു. മുംബൈയിലെ സുമനസുകളുടെ സഹായ സഹകരണങ്ങളാണ് നന്മയുടെ ചാലകശക്തിയെന്നും സുനിൽ വ്യക്തമാക്കി. പല സന്മനസ്സുകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു സഹായമാണ് ഞങ്ങളെ ഇങ്ങനെയൊരു നല്ല കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇനിയും കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് നന്മയുടെ സഹായം എത്തിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് സുധീർ കുമാർ പറഞ്ഞു. ഇനിയുള്ള കാലങ്ങളിലും നന്മ ഫൗണ്ടേഷൻ ഇതേപോലുള്ള ഗ്രാമങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും അതേപോലെ വൈദ്യസഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാമൂഹിക പ്രതിബദ്ധതയോടെ നന്മ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നഗരത്തിലെ ഇതര മലയാളി സംഘടനകൾക്ക് മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ അഭിപ്രായപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടും അറിഞ്ഞിട്ടും അഭിമാനിക്കുന്നു. ഞങ്ങൾ സത്യം ഇന്റീരിയേഴ്സിന്റെ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്മ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 3ാം വാർഷികാഘോഷ ചടങ്ങുകൾ LIC പശ്ചിമ മേഖല സോണൽ മാനേജർ B വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ സുനിൽ രാജിന്റെ ജോലിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ടാവുക. ഒരു മോട്ടോർമാൻ എന്നുള്ള നിലയിൽ ഈ ജീവിതം, പച്ചയായ ജീവിതം അദ്ദേഹത്തിന് എല്ലാ ദിവസവും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നായിരിക്കണം ഇങ്ങനെ ഒരു പ്രചോദനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തുടർന്ന് ഐഡിയ സ്റ്റാർ സിംഗർ ശ്രീനാഥും സംഘവും നയിച്ച ഗാനമേളയും തൃശൂർ നടനം ഡാൻസ് ഗ്രൂപ്പ് അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും രഞ്ജിത്ത് ചാലക്കുടി, രേഖ കൊടുങ്ങല്ലൂർ എന്നിവർ അവതരിപ്പിച്ച നാടൻപാട്ടുകളും വേദിയെ സമ്പന്നമാക്കി. ഏഴാം ക്ലാസ്സുകാരി നന്ദന സുനിൽരാജിന്റെ നൃത്തച്ചുവടുകൾ പ്രേക്ഷക പ്രീതി നേടി. മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കം വൻ താരനിര അണിനിരക്കുന്ന സലാം മുംബൈക്കായി വേദിയൊരുങ്ങുന്നു. എലിക്സർ കരുണാലയ ട്രസ്റ്റ് കൈരളി TVയുമായി ചേർന്നൊരുക്കുന്ന നൃത്ത സംഗീത ഹാസ്യവിരുന്നിൽ മോളിവുഡ് ബോളിവുഡ് താരങ്ങൾ വിസ്മയം തീർക്കും. 2017 ജനുവരി 15 ഷൺമുഖാനന്ദ ഹാളിൽ നടക്കുന്ന താരനിശയിൽ ഇഷാ തൽവാർ, റിമി ടോമി, അഫ്സൽ, ഉത്തര ഉണ്ണി, ടിനി ടോം, നെൽസൺ തുടങ്ങിയ വലിയ താരനിര കലാവിരുന്നൊരുക്കും. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് അടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന താരനിശയിൽ ബോളിവുഡ്, മലയാളം, സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ വിശിഷ്ടാതിഥികളായിരിക്കും.
വൈകിട്ട് 5 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യാതിഥിയായിരിക്കും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊഫസർ PJ കുര്യൻ, മഹാരാഷ്ട്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ചടങ്ങിൽ റവറർ ഡോക്ടർ ജോസഫ് മാർ തോമ മെട്രാപ്പോലിത്ത, റവറർ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോം വലിയ മെത്രാപ്പോലിത്ത തുടങ്ങിയവരെ ആദരിക്കും. എലിക്സർ കരുണാലയ ട്രസ്റ്റിന്റെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന വേദിയിൽ നിർധരരായ കുടുംബങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ റോയ് ജോൺ മാത്യു അറിയിച്ചു. പാസ്റ്റേഴ്സുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി